നോർമലി യു എയിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ട് പോകുന്ന ഒരാൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവരെന്തൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഒരു അക്കൗണ്ടിങ് കോഴ്സ് കൂടെ ചെയ്യും. ഇതായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ഇത് ഡിഗ്രി മാത്രം എടുത്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആയിരിക്കും അവർ പഠിക്കുന്നുണ്ടാവുക. ഈ സിലബസ് നമുക്കറിയാം എല്ലാം ഔട്ട്ഡേറ്റഡ് സിലബസുകളാണ്. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കണ്ടന്റുകൾ തന്നെ ആയിരിക്കും ഇപ്പോഴും സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഡിഗ്രിയും ഒരു അക്കൗണ്ടിങ് കോഴ്സ് എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ അക്കൗണ്ടിങ് കോഴ്സിൽ അവർ പഠിക്കുന്ന സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, മറ്റ് തിയറി സബ്ജക്ട്സുകളായിക്കോട്ടെ, ഇതിന്റെ ഒന്ന് പ്രാക്ടിക്കൽ എക്സ്പോഷർ അവർക്ക് ഉണ്ടായിരിക്കില്ല. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്കിൽ മോഡൽ കോഴ്സിൽ ഒരു ഇന്റേൺഷിപ്പ് നമ്മൾ റെഡിയാക്കി. നമുക്കൊരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഫ്രഷറായിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ അവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇൻഡസ്ട്രി ആയിട്ട് അവർക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഒരു മാറ്റം കൊണ്ടുവരാവുന്ന രൂപത്തിലാണ് നമ്മൾ യു എയിൽ തന്നെയുള്ള യു എയിലെ ഫെഡറൽ ടാക്സ് അതോറിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ടാക്സ് കൺസൾട്ടൻസിയുടെ അണ്ടറിൽ നമ്മളൊരു ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ ഈ ഒരു കോഴ്സ് ഏറ്റവും ഇൻഡസ്ട്രിയിൽ അപ്ഡേറ്റഡ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഗ്രാജ്വലി അപ്ഡേറ്റ്സ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്.